നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അയ്യോ, ഞാൻ വെച്ചാണ്. എന്താണോ നോക്കി നിൽക്കുന്നത്? വെജിറ്റേറിയൻ എടുത്തോണ്ട് വാ. സർ, അത് അറേഞ്ച് ചെയ്തിട്ടില്ല. വെജിറ്റേറിയൻ ഫുഡ് അറേഞ്ച് ചെയ്തിട്ടില്ലെന്നോ? ഹൗ റെസ്പോൺസിബിൾ. ആരാ ഇന്നത്തെ കാറ്ററിംഗ് കാര്യമൊക്കെ സെറ്റ് ചെയ്തത്? പോട്ടെ നിതീഷേ, അതൊന്നും സാരമില്ല. ടെൻഷൻ ആവണ്ട. ഗിരിക്ക് എന്താണോ വേണ്ടത് നമുക്ക് ഇപ്പൊ തന്നെ അത് ഓൺലൈനിൽ ഓർഡർ ചെയ്യാലോ. മലയ്ക്ക് പോവാൻ മാല ഇട്ടു പോയതിന്റെ പേരിൽ എല്ലാവരുടെയും കൂടെ ഇരുന്ന് സന്തോഷമായിട്ട് ഭക്ഷണം കഴിക്കാനുള്ള അവസരം പോലും നിനക്ക് ഇല്ലാതായി പോയല്ലോ മോനെ. അത് തന്നെയല്ലേ ഞാനും ഈ പറയുന്നു. ഇപ്പൊ അത്യാവശ്യമായിട്ട് ഈ വ്രതം എടുക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. നിർബന്ധിച്ച് വ്രതം എടുപ്പിച്ചവർക്ക് ഒന്നും അറിയണ്ടല്ലോ. നിങ്ങളിപ്പോ ആരും വെറുതെ ടെൻഷൻ ആവണ്ട. എനിക്കൊരു ജ്യൂസോ മറ്റോ മതി. ശരി, ഞാനിപ്പോ തന്നെ ഓർഡർ ചെയ്യും. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ എല്ലാവരും കഴിക്കേ. എങ്ങനെ കഴിക്കൂ? ജ്യൂസ് വരും. സുമി, വരൂ, ഊണ് കഴിക്കാം. ശരിയായല്ലോ. സുമി, ഇത്രയും നല്ലൊരു സദ്യ ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല. സൂപ്പർ. ഇത്രയും കാലവും ഗിരിയുടെ നാവിനെ പിടിച്ചുകൊണ്ടിരുന്ന രുചി നോൺ വെജിന്റെ അല്ലായിരുന്നോ? അതാ കാര്യം. അന്ന് നാച്ചുറോപ്പതി സെന്ററിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ ഗിരിക്ക്? നാളെ മുതല് പാവയ്ക്ക ജ്യൂസും കഞ്ഞിവെള്ളമൊന്നും മാത്രമല്ല, നല്ല സ്വാദിഷ്ടമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരുപാട് വെജിറ്റേറിയൻ ഡിഷസ് ഉണ്ട്. ഭക്ഷണത്തിനോട് ഗിരിക്ക് ഒട്ടും മടുപ്പ് വരാത്ത രീതിയിൽ ഞാൻ എല്ലാം ഉണ്ടാക്കി തന്നോളാം. പോരെ? ഈ നിയന്ത്രണമേ ഭക്ഷണകാര്യത്തിൽ മാത്രം പോരാട്ടോ, ഗിരിയുടെ മുൻകോപം കൂടി നിയന്ത്രിക്കണം. സ്വാമിമാരായാല് ആരെയും ചീത്ത വിളിക്കാനോ ദേഷ്യപ്പെടാനോ ഒന്നും പാടില്ല. ആയിക്കോട്ടെ, ഇനി അങ്ങോട്ട് സൂക്ഷിച്ചോളാമേ. കഴിക്കേ, പായസം ഉണ്ട് ഇനി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സുസ്മിതേ, ഇങ്ങോട്ട് ഇറങ്ങി ഓടി. എടി രാക്ഷസി, ഇന്ന് നിന്നെ ഞങ്ങൾ ശരിയാക്കോടി. എടി, നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നോ അതോ ഞങ്ങൾ അങ്ങോട്ട് കയറി വരണോ? അവര് എനിക്ക് വെറുതെ തോന്നിയതാ. ഭാമാൻഡി ഉള്ളപ്പോ ഇവിടെ എനിക്ക് എന്ത് പേടിക്കാനാ?
ഹലോ, നീ പേടിച്ചു പോയോ? ഞാനാടി പ്രീതി. നിന്റെ ഏറ്റവും വലിയ ഭയം യാഥാർത്ഥ്യമാകാൻ പോകുന്നു സുസ്മിതേ. രോഹിത് തിരിച്ചു വരുന്നു. തണുപ്പ് കൂടുതലാണോ? പിന്നെ കാണാം. ഇതെങ്ങനെ? ഈ ബെഡ്ഷീറ്റ് ആരേത് മടക്കി വെച്ചത്? സുസ്മിതേ, എന്താ അവിടെ? അല്ല, അത് ആ ബെഡ്ഷീറ്റ്. ബെഡ്ഷീറ്റോ? പില്ലോ മാറിയപ്പോ ബെഡ്ഷീറ്റായോ? ആ ആ, പോവിടുന്ന്. അല്ല, ഞാനത് പോവാനല്ലേ പറഞ്ഞത്? ഡേയ്, ഡേയ്. പൊന്നി, ഡേയ്, പോ. ആ, ആ, പൊന്നി. ശ്ശെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ പുത്രനെ, ജ്ഞാനോദയവും സാധുജന പരിപാലന ദീക്ഷയും കൈവന്നു എന്നറിഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. അല്ല, അക്കാര്യം അറിയിക്കാനാണോ ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിയത്? ഞങ്ങൾ ആ മൊബൈൽ റെസ്റ്റോറന്റ് ഏറ്റെടുത്ത് നടത്താൻ പോവാണ്. ആ, ബെസ്റ്റ്. ചായക്കടക്കാരിയുടെ മകൾ ഒടുവിൽ ഭർത്താവിനെയും അവിടെ തന്നെ എത്തിച്ചു. എടാ എടാ, നിനക്ക് നാണമില്ലേടാ? നാട്ടുകാരുടെ എച്ചിലല്ലേ എടുക്കാനും ചായ ഗ്ലാസ് കഴുകാനും. എനിക്കതൊരു മോശം ജോലിയായിട്ട് തോന്നിയിട്ടില്ല അമ്മേ. ഹും. പിന്നെ മില്ലിലെ ജോലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിപ്പോ ഇതിനെപ്പറ്റി ചിന്തിക്കില്ലായിരുന്നല്ലോ. ഓ, അപ്പോ നീ അത് അറിഞ്ഞു അല്ലേ? അതേടാ, നിന്റെ മില്ലിലെ ജോലി കളഞ്ഞത് ഞാൻ തന്നെയാ. സത്യഭാമയ്ക്ക് മാനക്കേട് ഉണ്ടാക്കുന്ന എന്ത് നീ ചെയ്താലും ഞാനത് തടയും. അതിനുവേണ്ടി ഏതറ്റം വരെയും പോകും ഈ സത്യഭാമ. ഭാമേ, അപ്പൊ നീയാണോ പത്രോടെ മില്ലിൽ ഇവന്റെ ജോലി കളഞ്ഞത്? ഭാമേ, നിന്റെ ഉള്ളിലുള്ള ശകല മനുഷ്യാംശം കൂടി പോയതേ ഞാൻ അറിഞ്ഞില്ലല്ലോ. സാരമില്ല അച്ഛാ, സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങിയ ആര് വിചാരിച്ചാലൊന്ന് പറഞ്ഞു വിടാനാവില്ലല്ലോ. ആ അഹങ്കാരം വിളംബരം ചെയ്യാനാവും ഇപ്പൊ മുന്നിൽ വന്ന് നിൽക്കുന്നത്. അല്ല, ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങുന്ന കാര്യം അറിയിക്കാനാ. അച്ഛന്റെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവണം, സാന്നിധ്യം. നാളെ അമ്മ ഒന്ന് വിളക്ക് കൊളുത്തി റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യണമെന്നാ എന്റെ ശാലിനിയുടെ ആഗ്രഹം. ശാലിനിയുടെ ആഗ്രഹം എന്ന് പറയൂ വിഷ്ണുവേട്ടാ. ഭാമാൻഡി വന്ന് തട്ടുകട ഉദ്ഘാടനം ചെയ്താലല്ലേ
ശാരദാമ്മയുടെ നിലവാരത്തിലേക്ക് താഴാൻ പറ്റും. സുസ്മിതേ മിണ്ട അവിടെ നോണം കേട്ടോ. അച്ഛാ, അച്ഛന്റെ അനുഗ്രഹം എന്നും ഉണ്ടാവും മോനെ. ഓ, നീ എന്ത് ജോലി ചെയ്താലും അച്ഛൻ അഭിമാനോ. അമ്മേ, അവൻ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്തിനാ എന്റെ പോക്കറ്റ് തപ്പുന്നേ? വഴിയെ പോകുന്ന സകലരുടെയും ബാഗും പോക്കറ്റും തപ്പാൻ സാറിന് വകുപ്പിന്റെ ഓർഡർ ഉണ്ടോ? ഓർഡർ ഉണ്ടെങ്കിലേ സമ്മതിക്കൂന്ന്. സംശയം തോന്നുന്ന ഏതൊരുത്തനെയും ഒരുത്തിയെ സെർച്ച് ചെയ്യാൻ പോലീസിന് അധികാരമുണ്ട്. കേട്ടോടാ, പരിശോധിക്കേ. നിങ്ങക്ക് എന്താ പരിശോധിക്കേണ്ടത്? എന്റെ ദേഹത്തോട്ടാണല്ലോ. തൊട്ടത് എന്ത് ചെയ്യും? സാർ വിവരം അറിയും. പബ്ലിക്കിന് ഒരു തരത്തിലുള്ള ന്യൂസൻസ് ഉണ്ടാക്കാതെ പോയ ഞങ്ങളെ തടഞ്ഞു നിർത്തി മനഃപൂർവ്വമായിട്ട് അപമാനിക്കാൻ ശ്രമിച്ചാൽ പ്രതിരോധിക്കാൻ ഇവിടെ നിയമ സംവിധാനം ഉണ്ട് സാറേ. നിങ്ങൾ മാത്രമല്ലല്ലോ നിയമത്തിന്റെ അവസാന വാക്ക്, ആണോ? ഓ, അങ്ങ് കസറുവാണല്ലോ. എടുക്ക്, നിന്റെ ഇവളുടെ ID കാർഡ് എടുക്ക്. അർച്ചന, രാത്രി ഒരു ചായ കുടിക്കാൻ ഇറങ്ങുന്നതിന് ID കാർഡ് ആവശ്യമുണ്ടോ സാറേ? വേണ്ടാത്തതുകൊണ്ട് എടുത്തിട്ടില്ല. ഇതെന്താ സാറേ, ഇവിടെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയോ അതോ നിശാ നിയമോ? എന്താ സംഭവം? ചായ കുടിക്കാൻ തന്നെയാണോ അതോ? അതിപ്പോ എനിക്ക് ആരെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. എന്ത് കാരണത്താലും രാത്രി പുറത്തിറങ്ങാൻ പാടില്ലെന്ന് നിയമമുണ്ടോ? എന്നാലല്ലേ നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് പ്രസക്തിയുള്ളൂ. നീ കൂടുതലും നിയമം പറഞ്ഞാലേ അടിച്ചു തൂക്കി ജീപ്പിടും ഞാൻ. കേട്ടോടാ, നിയമം പറയും സാറേ. പറയാനും പ്രാവർത്തികമാക്കാനും വേണ്ടിയുള്ളതാണ് നിയമം. പിന്നെ അടിച്ചു തൂക്കി കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ളത് സാറിന്റെ വെറും തോന്നല. എന്നാ പിന്നെ രണ്ടും ജീപ്പിട്ട് കയറ്. പിടിച്ച് കേട്ടോ. സാർമാർക്ക് നിയമം അറിയില്ലല്ലേ? ഒരു സ്ത്രീയെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു വനിതാ പോലീസ് നിർബന്ധമാണ്. പിന്നെ എങ്ങനെ നിങ്ങൾക്ക് എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്യാൻ പറ്റും? അത് മാത്രമല്ല, ഇപ്പൊ സമയം എത്രയായി? പാതിരാത്രി ഒരു സ്ത്രീയെ ഒഴിവാക്കാൻ പറ്റാത്ത സാഹചര്യം ഒഴികെ സൂര്യാസ്തമയത്തിന് ശേഷവും സൂര്യോദയത്തിന് മുമ്പും അറസ്റ്റ് ചെയ്യാൻ പാടില്ല. ഓഹോ, സാറ് പുച്ഛിക്കണ്ട. ഇതൊക്കെ ഞങ്ങളെ പോലുള്ള സാധാരണ പൗരന്മാർക്ക് വേണ്ടി ഭരണഘടന എഴുതിയിട്ടുള്ളൂ. എന്താ സാറേ, എന്താ പ്രശ്നം? ഇവനോട് വിവരങ്ങൾ ചോദിച്ചപ്പോ പറയാൻ വയ്യ. എന്താണെന്ന് ചോദിക്കണമല്ലോ. അതുകൊണ്ട് അങ്ങ് തറവാട്ടി കൊണ്ടുപോയി ചോദിക്കാന്ന് വെച്ചു. വല്ല മയക്കുമരുന്ന് കേസാണെന്ന് അറിയില്ലല്ലോ. കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. സാറ് വെറുതെ തെറ്റിദ്ധരിക്കണ്ട. ഇവരെയൊക്കെ നമുക്ക് നന്നായി അറിയുന്ന ആൾക്കാരാ. സാറിന്റെ SP സൈമൺ സാറില്ലേ? സാറിന് വേണ്ട രേഖകള് ഞാൻ സൈമൺ സാറിന്റെ കൊടുത്തോളാം. സാറിനോടൊന്ന് ചോദിച്ചാൽ മതി സച്ചിദാനന്ദനെ അർച്ചനെ അറിയാമോന്ന്. ചിലപ്പോ സാറിന് വേണ്ടത് അവിടുന്ന് തന്നെ കിട്ടും. ഞാനിപ്പോ ഒന്ന് വിളിച്ചാൽ മതി. ബാക്കി എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാം. എന്റെ സാറേ, ഇത് നെല്ലിശ്ശേരി സേതുമാധവന്റെ മകൻ സച്ചിദാനന്ദനാണ്, നെല്ലിശ്ശേരി ഗ്രൂപ്പിന്റെ MD. ഇത് എന്റെ ഭാര്യ അർച്ചന സച്ചിദാനന്ദൻ. സർ, ഒന്നി എന്താണോ സാറേ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട, വിട്ടേക്ക്. നെല്ലിശ്ശേരി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ അവർ ചില്ലറക്കാരല്ല. സാറേ, ആ SIക്ക് ആളെ വേണ്ടത്ര പരിചയമില്ലാത്തോണ്ട് പറ്റിയതാ. സാർ കാര്യമാക്കണ്ട.
മോള് പേടിക്കണ്ട കേട്ടോ. പടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിയമപരമായി ചന്ദ്രവർമ്മ എന്നെ വിവാഹം കഴിച്ചിട്ടില്ല. അതാ മനുഷ്യനോട് ആവശ്യപ്പെടാനുള്ള ധൈര്യം എനിക്കില്ല. ചന്ദ്രവർമ്മയുടെ മുഴുവൻ സ്വത്തിന്റെയും അവകാശി എന്റെ മകൾ സഞ്ജനയാ. അതാ ഏട്ടാ ഗൗരിയുടെ പിടിവള്ളി. അതിനെന്താ, ആത്മീയ ഗ്രൂപ്പ്സിന്റെ കടിഞ്ഞാൻ ഇപ്പൊ നിന്റെ കയ്യിലായില്ലേ മോളെ? അതിനുവേണ്ടി വലിയ വടംവലിയൊക്കെ നടന്നു. ഒടുവിൽ ചന്ദ്രവർമ്മയുടെ ബന്ധുക്കൾക്ക് തോറ്റു പിന്മാറേണ്ടി വന്നു. ചുട്ടുപൊള്ളുന്ന കനൽ പാതയിലൂടെയാ ഞാൻ ചന്ദ്രവർമ്മയിലേക്ക് എത്തുന്നത്. ഇനി അതൊന്നും ഓർക്കാൻ പോലും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. മോളിപ്പോ നാട്ടിലുണ്ടല്ലേ? അന്ന് മംഗലശ്ശേരി ഗ്രൂപ്പിന്റെ ഗോൾഡൻ ജൂബിലിക്ക് അകലെ വെച്ച് ഞാനൊന്ന് കണ്ടിരുന്നു. ഏട്ടൻ പറഞ്ഞതുകൊണ്ടാ ഞാൻ ഇവരുടെ 25% ഷെയർ വാങ്ങിയത്. ഷെയർ മാത്രം പോരാ, മംഗലശ്ശേരി തറവാട് നമുക്ക് ഇടിച്ചു നിരത്തണം. നീ ഇവിടേക്ക് എത്തിയില്ലേ മോളെ? ഇനിയെല്ലാം നടക്കും. നമുക്കതിന് കഴിയില്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച പോലും ഉണ്ടാവുമായിരുന്നില്ല. ഞാൻ തറവാട്ടിൽ പോയിരുന്നു. അവിടെ മംഗലശ്ശേരിക്കാര് വിളക്ക് വെക്കലും പൂജയൊക്കെ ചെയ്യുന്നുണ്ട്. ചെയ്തു പോയ മഹാപാപങ്ങൾ അവരെ വേട്ടയാടി തുടങ്ങിയെന്നല്ലേ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്. നിന്റെ വരവ് അവരെ വല്ലാതെ ഭയപ്പെടുത്തി തുടങ്ങി. നീ ഗൗരി നന്ദനെയാണെന്ന സത്യം ഒരിക്കലും അവരുടെ മനസ്സിൽ പോലും ഉണ്ടാവില്ല. ഇപ്പൊ അവരത് അറിയാതിരിക്കുന്നതാ നല്ലത്. തറവാട് തിരിച്ചു പിടിക്കല നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അതെ, മാണിക്യമംഗലത്തെ ഓരോ തരി മണ്ണിലും നമ്മുടെ കണ്ണീരുണ്ട്. ഗതിയില്ലാത്ത 2 ആത്മാക്കളായി അച്ഛനും വല്യേട്ടനും അവിടെ ഇപ്പോഴും ഉണ്ട്. അമ്മ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോന്ന് പോലും നമുക്കറിയില്ലല്ലോ ഏട്ടാ. അമ്മ ഇപ്പോഴും ഉണ്ടെന്ന് നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നു മോളെ? ഭ്രാന്തെടുത്ത് അമ്മ തെരുവിലൂടെ അലഞ്ഞു നടക്കുന്നത് പല രാത്രികളിൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്. അമ്മയ്ക്ക് മുന്നിലോ പിന്നിലോ ബ്രേക്കിട്ട് നിൽക്കുന്ന ഒരു വാഹനത്തിന്റെ അലർച്ചയും നിലവിളിയും കേട്ട ഇന്ന് ഞാൻ ഉണരുക. ഇത് ദൈവനീതിയാ. അതിനൊരു ദാക്ഷിണ്യം ഉണ്ടായിക്കൂടാ. ആണെന്നോ പെണ്ണെന്നോ വകഭേദം ഇല്ലാതെ ഒന്നിനെ പോലും മംഗലശ്ശേരിയിൽ വെച്ച് പൊറപ്പിക്കരുത്. ഞാൻ എന്താ ചെയ്യേണ്ടത്? അവരുടെ കമ്പനി ഒരു പി ആയിട്ടാണ് ഞാൻ കടന്നു കയറിയത്. അതെ, മൂത്തയേട്ടൻ കല്യാണം കഴിക്കേണ്ടിയിരുന്ന പെണ്ണ് പി ആയിട്ട് കൊണ്ട് നടക്കുന്നത് ശത്രുവിനെയാണെന്ന് കവിതയ്ക്ക് അറിയില്ലല്ലോ. തൽക്കാലം ഏട്ടൻ എന്തായാലും അവരുടെ ഭാഗത്ത് തന്നെ നിൽക്ക്. കവിത ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ലെന്നാണല്ലോ കേൾക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് കവിതയ്ക്ക് സ്വന്തം വീട്ടുകാരോട് തന്നെ പകയുണ്ടെന്ന. കമ്പനി അവളുടെ ലക്ഷ്യം. എന്ത് പക? ഇനി അവൾക്കതുണ്ടെങ്കിൽ തന്നെ നമുക്കെന്താ? നമ്മുടെ ശത്രുവിന്റെ ചോര തന്നെയാ അവളുടെ സിരകളിലൂടെ ഓടുന്നത്. എന്നാ തൽക്കാലം ഞാൻ പോട്ടെ ഏട്ടാ. മോളെ ഇനി മാറ്റി നിർത്തണ്ട, അവളെ കൂടെ കൂട്ടിക്കോ. അങ്ങനെ ചെയ്യാം. മല്ലികയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാ ചെല്ല്, ബാക്കി കാര്യങ്ങൾ ഫോണിലൂടെ ആവാം. ശരി ഏട്ടാ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനി എവിടെ പോയി കണ്ടുപിടിക്കും? അമ്മേ, അമ്മോ, ഓടി വാ. അമ്മോ, അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി, അയ്യോ ചേച്ചി എന്ത് പറ്റി? ഈശ്വര, കട്ടിൽ നിന്നാണല്ലോ ചേച്ചി താഴെ വീണത്. നീ കരഞ്ഞു ബഹളം വെക്കാതെ സഞ്ജു അച്ഛനും ഉണ്ടോന്ന് നോക്കാമോ? ചേച്ചി ഷോൾഡർ വേദനിക്കുന്നു. എന്താ സ്വാതി? സ്വാതി എന്താ സ്വാതി? കട്ടിൽ താഴെ വീണതാ.
എന്താ പറ്റിയേ? നീ എഴുന്നേക്കാൻ നോക്കിയോ? സഞ്ജു എന്നെ അണിയിച്ച് മോതിരം താഴെ പോയി. അതെടുക്കാൻ ഞാൻ ശ്രമിച്ചപ്പോഴാ വീണു പോയെ. നീ എന്ത് പണിയായി കാണിച്ച്? ആരെങ്കിലും വരുമ്പോ പറഞ്ഞ പോരായിരുന്നോ? ആ കിട്ടി. ദേ കഴിഞ്ഞിട്ട് നിനക്കെന്തെങ്കിലും പറ്റിയോ? സാരമില്ല സഞ്ജു, എന്റെ കാലുകൾ ശരിക്കും തളർന്നു പോയതാണ് സഞ്ജു. നീ എന്തിനാ അത് തന്നെ ചോദിക്കുന്നത്? സഞ്ജു വെറുതെ ഓരോന്ന് പറഞ്ഞെന്നെ സമാധാനിപ്പിക്കാനാ നോക്കുന്നേ. ഇനിയുള്ള കാലം മുഴുവൻ എനിക്ക് ഈ അവസ്ഥയാണെന്ന് തോന്നുന്നേ. നിന്റെ 2 കാലിനും സയാറ്റിക് നെർവിന് കേട് പറ്റിയിട്ടുണ്ട്. അത് നേരെ അവൻ കുറച്ച് മാസങ്ങളെടുക്കും. നീ ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ഞാൻ ചേച്ചിക്ക് കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം. സഞ്ജു എന്നെ അന്വേഷിച്ച് റോയി പെരേര എന്നൊരാളോട് വന്നോ? റോയി പെരേരയോ? അതാരാ? അയാളൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവാ. കവിതളേമേ പറഞ്ഞത് അയാൾ ഇവിടെ വന്നിരുന്നു. ഓ, അയാള് ഡിറ്റക്റ്റീവ് ആണോ? എന്നോട് അയാള് പറഞ്ഞത് വെഡിങ് പ്ലാനറാന്നാ. ഇപ്പൊ അത്തരം കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ സമയമില്ലാത്തോണ്ട് അയാളെ ഞാൻ ഒഴിവാക്കി വിട്ടു. ഞാൻ അയാളെ കാണാൻ ആഗ്രഹിച്ചതാ. എന്റെ ഫോണിൽ നിന്ന് അയാളുടെ നമ്പർ പോയി. സേവ് ചെയ്ത നമ്പർ എങ്ങനെ ഡിലീറ്റ് ആയി പോയെന്ന് അറിയില്ല. എനിക്ക് അയാളെ ഉടനെ ഒന്ന് കാണണം. നീ എന്തിനാ ഡിറ്റക്റ്റീവിന്റെ സഹായം തേടിയത്? അത് അമ്മന്റെ ഭർത്താവ് ആരാണെന്ന് കണ്ടുപിടിക്കാനാ. എനിക്ക് ആ മനുഷ്യൻ ആരാണെന്ന് അറിയണം സഞ്ജു. അതിനൊക്കെ ഇനി സമയമില്ലേ? ആദ്യം നീയൊന്ന് എഴുന്നേക്കാനല്ലേ നോക്കേണ്ടത്? അയാൾ അന്വേഷിച്ചറിഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്റെ വാച്ചും മാലയും മോതിരവും ഡ്രസ്സും ഒക്കെ ആ നഴ്സിന്റെ ടേബിളിലുണ്ടാവും. നീ ചെന്നിട്ടേ അതെല്ലാം ഇങ്ങ് എടുത്തിട്ട് വാ. ചെല്ല. സിസ്റ്ററെ, വിശാൽ സാറിന്റെ വാച്ചും മോതിരവും ഒക്കെ ഒന്ന് എടുത്തു തരുമോ? തരാലോ. ഇതേ ജാസ്മിന്റെ വിരല് കിടക്കേണ്ടായിരുന്നു. പക്ഷേ അവൾക്കിതിനുള്ള യോഗ്യതയും അർഹതയില്ലാതായി പോയി. അതുകൊണ്ട് ഇതെന്റെ നെല്ലിക്കയ്ക്ക് സ്വന്തം. അല്ല, ഇതെന്തിനാ ഇങ്ങനെ കെട്ടിവെക്കുന്ന? അല്ല, ഈ മോതിരെ സാരിയുടെ തുമ്പിൽ കെട്ടിവെക്കുന്ന എന്തിനാന്ന്?
എന്റെ ഗ്രാമത്തിലുള്ള പെൺകുട്ടികളൊക്കെ ഇങ്ങനെയാ. വിലപിടിപ്പുള്ള സാധനങ്ങൾ കിട്ടിയ ഇതുപോലെ കെട്ടിവെക്കും. കളഞ്ഞു പോവുകയില്ല, ആർക്കും കട്ടെടുത്ത് കൊണ്ടുപോകാനും കഴിയില്ല. അത് നീ പറഞ്ഞ ശരിയാ. നിന്റെ കയ്യിലുള്ളതൊന്നും കളഞ്ഞു പോവുകയില്ല, ആർക്കും കട്ടെടുക്കാനും കഴിയില്ല. നീ മിടിക്കുക പാർവതി. മിടിക്കുകയാണെന്ന് സ്വയം അഹങ്കരിച്ച് നടക്കുന്നതിനേക്കാൾ മിടുക്കി. അത് എന്റെ കഴിവൊന്നുമല്ല, എല്ലാം ഉദയനൂരമ്മ തോന്നിപ്പിക്കുന്നതാ ഞാൻ പറയുന്നത്. വിശാൽ സാറേ, ഞാനൊരു കാര്യം ചോദിച്ചാ വിശാൽ സാറ് സത്യം പറയോ? കള്ളം പറയാൻ തീരുമാനിച്ചാലും നിന്റെ ഈ മുഖത്ത് നോക്കിയ സത്യമേ നാവില് വരൂ. നിശ്ചയം, മഞ്ഞൾ കല്യാണം, അങ്ങനെ എല്ലാ ചടങ്ങുകളിലും ജാസ്മിനൊപ്പം വിശാൽ സാർ നിന്നില്ലേ? കല്യാണ ചെക്കനായിട്ട് മണ്ഡപത്തിലും വന്നു. വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നെങ്കിൽ വിശാൽ സാറിന് നേരത്തെ പറയായിരുന്നില്ലേ? മണ്ഡപത്തിൽ വന്നിട്ട് ഇങ്ങനൊരു കള്ളക്കളി കളിക്കണമായിരുന്നോ? കള്ളക്കളിയോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നിന്റെ മുഖത്ത് ഞാനൊരു ചിരി കാണുന്നുണ്ട്. വിജയിച്ചവളുടെ ചിരി. ജാസ്മിൻ തോറ്റുന്നൊന്നും നീ കരുതണ്ട. വിശാലിന്റെ താലി എന്റെ കഴുത്തിൽ തന്നെ വീണിരിക്കും. അങ്ങനെ ഉറപ്പിച്ചു പറയല്ലേ ജാസ്മിൻ. സംഭവിക്കാം, സംഭവിക്കാതിരിക്കാം. തീരുമാനിക്കേണ്ടത് നീയല്ല, ഈശ്വരന്മാര്. മുഹൂർത്തം തീരുമാനിച്ചിട്ടും അണിഞ്ഞൊരുങ്ങി മണ്ഡപത്തിൽ ചെന്നിട്ടും നീ ഇപ്പോഴും കെട്ടാപ്പെണ്ണായി നിൽക്കല്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഒന്നും നിന്റെ കയ്യിലല്ലാന്ന്. ഈശ്വരന്മാര് തീരുമാനിക്കും. ഇടി, എടിയെന്നല്ല, പാർവതി. അതാ എന്റെ പേര്. പേര് വിളിക്കണം. നീ എടീന്ന് വിളിച്ച ഞാൻ നിന്നെ പോടീന്ന് പറയും. അത്രയ്ക്കായോടി നീ? വേണ്ട ജാസ്മിനെ, ഇതേ ആ വീട്ടിലെ അടുക്കളയല്ല. ഇവിടെ ഞാൻ എല്ലാവരുടെയും മുമ്പില് താണു വണങ്ങി നിൽക്കുന്ന അടുക്കളക്കാരിയോ അല്ല. എന്നെ കൈവച്ച ഞാനും കൈവയ്ക്കും. ഇത് നിന്നെപ്പോലെ വിഷം തളിച്ച പൂക്കൾ പിടിച്ച കൈയല്ല, കറിച്ചട്ടിയും ചട്ടുകവും പിടിച്ച കയ്യാ. നീ ഒന്ന് തന്നാ എനിക്ക് നോവില്ല. പക്ഷേ ഞാനൊന്ന് അങ്ങോട്ട് തിരിച്ചു തന്നാ നീ വട്ടം കറങ്ങിപ്പോവും. വിശാലിന്റെ കൈകൊണ്ട് ഒരു താലി എന്റെ കഴുത്തിൽ വീഴുന്നത് വരെയുള്ളൂ നിന്റെ ഈ തിളപ്പ്. അത് ഞാൻ തീർത്ത് തന്നിരിക്കും. നീ ദിവസങ്ങൾ എണ്ണിക്കും. വിശാൽ സാറിന്റെ താലി ഒരു ദിവസം കഴുത്തിൽ വീഴുന്ന പ്രതീക്ഷയിൽ അഹങ്കാരം കാണിക്കുന്ന നീ ഒരു സത്യം മറന്നുപോയി. എന്റെ കഴുത്തില് ഇപ്പൊ തന്നെ വിശാൽ സാറ് കെട്ടിയ താലിയുണ്ട്. ശരിക്കും നോക്കിക്കോ നീ. നിന്റേതേ വേറൊരു പ്രതീക്ഷ, സ്വപ്നോ. പക്ഷേ ഇത് സ്വപ്നമോ പ്രതീക്ഷയോ ഒന്നുമല്ല, യാഥാർത്ഥ്യം. അതുപോലും തിരിച്ചറിയാൻ കഴിയാത്ത വേറൊരു മണ്ടിയാ നീ. അലറണ്ട, എനിക്കിനിയും പറയാനുണ്ട്. ഇത്രയും ദിവസം നീ പറഞ്ഞത് ഞാൻ മിണ്ടാതെന്ന് കേട്ടില്ലേ? ഇനി ഞാൻ പറയും,
നീ മിണ്ടാതിരുന്ന് കേട്ടോണം. ഓടി. കേട്ടിട്ട് പോയാ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവളെ തെറ്റായ കാര്യങ്ങൾ പഠിപ്പിക്കാം, പിന്നെ അവളുടെ ഭർത്താവിനെ ഒന്ന് സ്വാധീനിക്കാം. ഭർത്താവിനെ സ്വാധീനിക്കാനോ? ഭർത്താവെന്ന് വെച്ചാ അവൾക്കും, ഭാര്യ എന്ന് വെച്ചാ അവനും ഭ്രാന്ത. അവന്റെ പേര് അഖിൽ. ദാ. ഇതാണ് മുതല്. ഇത് അഖിലല്ലേ? അറിയാമോ അഖിലിനെ? കൊള്ളാം. അറിയാമോന്നോ? കോളേജ് ഞങ്ങളുടെ സീനിയർ ആയിരുന്നു. ഞങ്ങൾക്ക് അഖിലെന്ന് വെച്ചാലേ ഒരു തരം ഭ്രാന്തായിരുന്നു. ആഹാ ഐശ്വര്യ, ഇതിലും കൃത്യമായിട്ട് നമ്മൾ ഇനി ആരെ സെലക്ട് ചെയ്യാനാ? കാര്യങ്ങൾ എളുപ്പമായില്ലേ? സത്യം പറഞ്ഞ ഞാൻ നിങ്ങളോടാ നന്ദി പറയേണ്ടത്, ഇങ്ങനൊരു സിറ്റുവേഷൻ ഒരുക്കി തന്നതിന്. പഠിക്കുമ്പോഴേ അഖിലിനോട് സമയം സ്പെൻഡ് ചെയ്യണമെന്ന് മോഹം ഉണ്ടായിരുന്നു. അന്ന് ആഗ്രഹിച്ചത് ഇന്നിത് നടക്കാൻ പോവുക. എന്തായാലും അഖിലിനെ ഞാൻ അവിടെ വെച്ച് തിരിച്ചറിയുന്നത് പോലെ കാണിക്കൂ. അതുപോലെ തന്നെ. ഇനി ഒന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ എനിക്ക് വ്യക്തമായി. ജഗൻ സർ. എന്താ വന്ദന? ജഗൻ സാറിന്റെ എതിരാളിയായ വർമ്മയുടെ കമ്പനിയുടെ ഭാവി ചെയർപേഴ്സണാ ഈ നിൽക്കുന്നത്. ഐശ്വര്യ മത്സരത്തിൽ വിജയിപ്പിച്ചിട്ടേ ഞാനിനി മടങ്ങും. ഞാൻ പറഞ്ഞ അഡ്വാൻസ്. സമ്മതിച്ചിരിക്കുന്നു മോളെ, സമ്മതിച്ചിരിക്കുന്നു. ആർക്കും ഒരു സംശയം തോന്നാത്ത വിധം നീ വന്ന് കയറിയല്ലോ. അങ്ങനെ ആർക്കും സംശയം തോന്നില്ലല്ലോ. കാരണം സംഭവം പ്ലാൻ ചെയ്തതും അവതരിപ്പിച്ചതും ഏറ്റവും മികച്ച കേന്ദ്രങ്ങളല്ലേ, ഐശ്വര്യയും ജഗന്നാഥനും. എന്തായാലും ഇതുവരെ കൃത്യമായി കാര്യങ്ങൾ നടന്നില്ലേ, ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെയായിരിക്കും. വന്ദന, എന്റെ ഓഫർ അറിയാലോ. പ്ലാൻ ചെയ്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച വലിയൊരു തുകയാ എന്റെ വക സ്പെഷ്യൽ ഗിഫ്റ്റ്. ആ ഗിഫ്റ്റും വാങ്ങിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകൂ. പിന്നെ ഈ വീട്ടിലെ ഓരോ കഥാപാത്രങ്ങളെയും കൃത്യമായിട്ട് പഠിച്ചോണം. നിന്റെ സ്റ്റുഡന്റ് ഈ വീട്ടിലെ ഹീറോയിൻ, ഞാൻ വില്ലെത്തി. എന്ന് വെച്ചാ ശ്യാമ ഈ വീട്ടുകാർക്ക് മാലാഖക്കുട്ടിയാണെന്ന്. എന്റെ ഭാഗത്ത് കുറച്ചെങ്കിലും ചേർന്ന് നിൽക്കുന്നതേ അരുണിന്റെ അമ്മയാ. പക്ഷെ അവരുടെ സ്വഭാവത്തിന് ഒരാട്ടമൊക്കെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ആ ശ്യാമ മഹാത്മ്യം പറയുന്നത് കേൾക്കാം. ഐശ്വര്യ പേടിക്കാതെ, നായിക പെട്ടിയും കിടക്കെ എടുത്തോണ്ട് ഈ വീട് വിട്ട് പോകുന്ന സീനിലേക്ക് ഞാൻ എത്തിച്ചാ പോരെ. സമാധാനപ്പെട്. ജഗനങ്ങളെ വിളിക്കുന്നുണ്ട്, ഞാൻ ഫോൺ എടുത്തിട്ട് വരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ശമ്പളം തരുന്നവര് തീരുമാനിക്കും. നമ്മൾ തമ്മിൽ കരാറൊന്നുമില്ലല്ലോ. കരാറ് കാണിച്ചാലേ ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്തെങ്കിലും പറയാൻ പറ്റുന്നാണോ? ഞാൻ ഈ വീട്ടിലെ പ്രധാനപ്പെട്ട ഒരു അംഗം. എന്നോടാളാവാൻ വരണ്ട. എന്താ എന്താ ടീച്ചറെ? ഒന്നുമില്ല, ഇതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. പഠിപ്പിക്കുന്നതൊക്കെ കൊള്ളാം, മറ്റുള്ളവർക്ക് ശല്യമാകാതെ പഠിപ്പിക്കണമെന്ന്. ഒച്ചത്തി പഠിപ്പിച്ചാലേ ഇയാൾ ഇടപെടുമെന്ന്. ഇടപെടുമെന്ന് വെച്ചാൽ ഇടപെട്ടിരിക്കും. ലോകത്തൊരിടത്തും ഇല്ലാത്തതുപോലെ ടീച്ചറെ വീട്ടിൽ താമസിപ്പിച്ച് ഹോം ട്യൂഷൻ. ജന്മനാ ബുദ്ധിയില്ലാത്തവന് ഇനി എത്ര ട്യൂഷൻ എടുത്താലും ജയിക്കാനൊന്നും പോകുന്നില്ല. ഒന്ന് നിന്നേ.
എന്റെ ഈ സ്റ്റുഡന്റിനെ കൊണ്ട് തന്നെ മത്സരിപ്പിച്ച് തോപ്പിച്ചിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് വന്ദനയെന്നല്ല. അങ്ങനെയാണെങ്കിലേ പുതിയൊരു പേര് ഇപ്പോഴേ കണ്ടുവച്ചോ. ഇവള് തോൽക്കും, ഞാൻ തോൽപ്പിക്കും. ഐശ്വര്യടുത്തി എന്തോ? പ്ലീസ് ശ്യാമ, ഞാൻ ഇന്ന് സന്തോഷത്തോടൊരു കാര്യം ആരംഭിക്കുക. അതിനിടയിൽ വിഷമം ഉണ്ടാക്കരുത്. അയ്യോ, ഞാനൊരു വിഷമം ഉണ്ടാക്കുന്നില്ലേ. ഞാനിതാ പോവാ. ആ കുട്ടി കുട്ടി പഠിച്ചോളൂ. പഠിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ആയിക്കോളൂ. അങ്ങനെ ഒരിടത്ത് എത്തുമ്പോ ഈ പാവത്തിനെ മറക്കരുത്. ഐശ്വര്യ, ശ്യാമ വന്നേ. ഐശ്വര്യയുടെ വെല്ലുവിളി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഈ ശ്യാമയുടെ കഴിവുകൾ എന്താണെന്ന് ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുക്കും. ഒരു ടീച്ചറിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം ശിഷ്യരാ. എന്റെ ഏറ്റവും മികച്ച ശിഷ്യയാകും ഞാൻ ശ്യാമയെ. ഇന്ന് ശ്യാമയെ കളിയാക്കിയവര് നാളെ ശ്യാമയെ കൈയെടുത്ത് തൊഴും. ഓ, കുറിച്ചിട്ടോ താൻ? ടീച്ചർ എന്റെ അഭിമാനം രക്ഷിച്ചു. എന്നൊരു വലിയ ആളാക്കണമെന്ന് ടീച്ചർ പറഞ്ഞപ്പോ എന്തോ ഒരു രോമാഞ്ചം വരുന്ന പോലെ തോന്നി എനിക്ക്. എന്റെ ഒരു സ്റ്റുഡന്റിനെ ആരുടെ മുന്നിലും കൊച്ചാക്കാൻ ഞാൻ സമ്മതിക്കില്ല. നമ്മൾ തകർക്കും ശ്യാമേ, നമ്മൾ പൊളിക്കും. എന്റെ സന്തോഷം എത്രയാണെന്ന് പറയാൻ എനിക്ക് വാക്കുകൾ പോലും ഇല്ല. പിന്നെ ഐശ്വര്യടുത്ത ടീച്ചറോട് മോശമായിട്ട് സംസാരിച്ചതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. ഏയ്, ഇറ്റ്സ് ഓക്കെ. അത് ഞാൻ മാനേജ് ചെയ്തോളാം. അപ്പോ ഇന്ന് വൈകുന്നേരം മുതല് നമ്മൾ തുടങ്ങാണ്. ഒന്ന് തട്ടടോ. ശ്യാമയെ വന്ദന കൈകാര്യം ചെയ്തോളും. അഖിലിനുള്ളത് വഴിയിൽ ജഗന്നാഥൻ അങ്കിളും കൊടുക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഞാനും കിരണും കൂടി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സംഗതി ഗുണ്ടായിസം തന്നെയാ. ബാലു ഒരു 2 ഓപ്ഷൻ കൊടുക്കും. ഒന്ന്, ബാലു ഇങ്ങോട്ട് അപർണയ്ക്ക് ഡിവോഴ്സ് നോട്ടീസ് കൊടുക്കും. ബാലു അതിനെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. അപ്പോ പ്ലാൻ ബി. പ്ലാൻ ബിയോ? അതെന്താ? പലവട്ടം ആലോചിച്ചു മാറ്റിവെച്ചതാ. തട്ടുക. നേരത്തെ പറഞ്ഞില്ലേ ഗുണ്ടായിസം, അത് തന്നെ. സന്ദീപേ, അത് അവസാന കൈയായിട്ട് പോരെ? അതത്രേ ഉള്ളൂ അമ്മേ. ആദ്യം ഭീഷണി, അതിന് വഴങ്ങിയില്ലെങ്കിലേ ഉള്ളൂ പ്ലാൻ ബി. ആ, കിരൺ വന്നല്ലോ. കിരന്റെ അപർണയുടെയും കാര്യം ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പറയായിരുന്നേ, നമ്മൾ മുന്നോട്ട് വെച്ചിട്ടുള്ള 2 ഓപ്ഷൻസ്. ബാലുവിനെ കൊണ്ട് ഡിവോഴ്സ് നോട്ടീസ് അയക്കുക, അല്ലെങ്കിൽ അവസാന കൈ. നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാം. അപർണയെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. അപർണയായിരിക്കും ഇനി കമ്പനിയുടെ MD. വിവാഹം കഴിഞ്ഞ് മറ്റേതെങ്കിലും രാജ്യത്തായിരിക്കും സെറ്റിൽ ചെയ്യുന്നത്. അപർണയ്ക്ക് ഇഷ്ടമുള്ളവരടുത്താവാം. ആന്റിയും അങ്കിളും ഒക്കെ ഒന്നുകൂടെ എന്റെ വീട്ടിലേക്ക് വരണം. ആദ്യം അച്ഛനോടും അമ്മയോടും എല്ലാം ഒന്ന് സംസാരിക്കണം. ഞങ്ങൾ വരാം. ഞങ്ങൾ കണ്ട് സംസാരിക്കാം. സിറ്റി കണ്ട ഏറ്റവും വലിയ വിവാഹമായിട്ട് നമുക്ക് ഈ വിവാഹം നടത്തണം. ആരുടെ കല്യാണക്കാരിയാ ഈ പറയുന്നേ? ആന്റി, സന്ദീപങ്ങളെ, അപർണയോട് ഞാൻ സംസാരിക്കാം. അപർണ വരൂ, ഇവിടെ ഇരിക്കെ. നമുക്ക് ജസ്റ്റ് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കിരൺ സർ, വ്യക്തിപരമായി നമ്മുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും.
നമ്മള് വിവാഹം കഴിക്കാൻ വേണ്ടി കല്യാണ മണ്ഡപം വരെ എത്തിയതാ. അതൊക്കെ ശരി തന്നെയാ. പക്ഷെ അതൊക്കെ കഴിഞ്ഞു. അതെന്നെ സംബന്ധിച്ച് കഴിഞ്ഞ ഘട്ടോ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ആലോചിക്കുന്നുകൂടിയില്ല. സാർ ഇപ്പൊ എന്റെ MDയാ. MD എന്ന നിലയിൽ എല്ലാ ബഹുമാനവും ഞാൻ സാറിന് തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ തമ്മിലുള്ള കല്യാണ കാര്യമാണ് സാറ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കത് വിഷമാവും. നമ്മുടെ ഈ ബന്ധം എന്നും ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപർണ, ബാലുവിനെ പോലൊരു ക്യാരക്ടർ, അതായത് ആറ്റിറ്റ്യൂഡ് ഓരോ നിമിഷവും മാറുന്ന ഒരാള്, അങ്ങനെ ഒരാളോടൊപ്പം ജീവിച്ച് ഈ ബാക്കി ജീവിതം മുഴുവൻ നശിപ്പിക്കണോ? അതാണോ അപർണ പറഞ്ഞു വരുന്നത്? ഒരു ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ആ വ്യത്യാസങ്ങൾ അവര് തമ്മിൽ തീർത്തോളും. മറ്റാരും ഇടപെട്ട് ആ അവസരം മുതലെടുക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോ ഞങ്ങളുടെ തീരുമാനം എന്താന്ന് വെച്ചാ? നിങ്ങളുടെ തീരുമാനം എന്തായാലും എന്റെ തീരുമാനം ഞാൻ പറയും. അപർണ, ഈ തീരുമാനത്തിന് മാറ്റം ഉണ്ടായിക്കൂടെ? ശാന്തമായിട്ട് ആലോചിച്ചിട്ട് മതി. ഒരു ദിവസമോ ഒരാഴ്ചയോ ആലോചിച്ച് പറഞ്ഞാ മതി. ഇതിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരാഴ്ചയല്ല, ഒരു നിമിഷം പോലും ആലോചിക്കേണ്ട കാര്യമില്ല. എന്റെ തീരുമാനം മാറില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി. നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇത്ര നാളായി കണ്ടിട്ട്. ഞാന് ജയിലിൽ അറിയാലോ. ഞാൻ തന്നെ വരാന്ന് വിചാരിച്ചില്ല. അല്ല, ഞാൻ സീതേച്ചിക്ക് കത്തയച്ചിട്ടുണ്ടായിരുന്നു. കത്ത് കിട്ടിണ്ടായിരുന്നു. എന്ത് കോരാടാ നിന്റെ! ചെക്കനങ്ങ് വണ്ണം വെച്ച് മുടിയൊക്കെ നോക്ക്, വലിയ ആളായി. അല്ല സീതേച്ചി, എനിക്ക് മനസ്സിലായി. എന്നെ കാണാനുള്ളൊരു വിഷമം കൊണ്ടായിരിക്കുമല്ലേ? സത്യം പറഞ്ഞാൽ ഞാനും ഓട്ടോറിക്ഷയിലിരുന്ന് ചേച്ചീനെ എങ്ങനെ കാണുന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ചിട്ട് ഒരു കുഞ്ഞേച്ചിയെ, ചേച്ചി ഇവിടെ ഇല്ല. ചേച്ചി അവിടെ പോയി ഒരു തീർത്ഥാടനത്തിന് അങ്ങനെ പോയിരിക്ക. ഗവൺമെന്റിന്റെ ഇതില് ട്രെയിനിൽ ഇങ്ങനെ ക്ഷേത്രങ്ങളൊക്കെ സന്ദർശിക്കുന്നൊരു 10-13 ദിവസം കൊണ്ട് തിരിച്ചു വരും. 13 ദിവസം? ഞാൻ ചേച്ചിനെ കാണാനല്ലടോ വന്ന്. വിഷമിക്കല്ല, ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? എന്താപ്പത് അറിയാതെ ഞാൻ എത്ര കൊതിയോടുകൂടി ഓടി വന്നെന്നറിയോ ചേച്ചിനെ കാണാൻ. അതിന് പെട്ടെന്ന് വരുമല്ലോ. ചേച്ചി ഇല്ലാത്ത വീട്ടില് ഞാൻ എങ്ങനെയാണ്? അല്ല, ഞങ്ങളൊക്കെ ഇല്ലേ? അറിയാതെ കുഞ്ഞ് വരുമല്ലോ മോളെ. കറിയല്ലേ, കണ്ണൊക്കെ തുടച്ചേ. അവരൊക്കെ കാണില്ലേ? നോക്കിയേ, അതാരൊക്കെ നിക്കണ നോക്കിയേ. ഇതുണ്ടോ? ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ കുടുംബം. പുണ്യല്ലേ ഇത്? എന്ത് വളർന്നു ചെക്കൻ! മീശയൊക്കെ വന്നോ നിനക്ക്? ഇപ്പോഴും ഉണ്ടാ കണ്ണു ചിമ്മല്? ഇടയ്ക്കിടയ്ക്ക് കേളൂ. ഇപ്പൊ കൂടിയാവ കുറഞ്ഞ? ദേഷ്യം വരുമ്പോ നല്ലോണുണ്ട്. പിന്നെ കുഞ്ഞേച്ചി, ഇത് അകത്ത് ചെന്ന് ബാക്കി എല്ലാവരും പരിചയപ്പെടാം. അവള് യാത്ര കഴിഞ്ഞ് വന്നല്ലയോ? കുളിച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ. അതെ, ആയിക്കോട്ടെ. എന്നാ ഒരു കുഞ്ഞേച്ചി എന്റെ ദൈവമേ, ഈ തങ്കപ്പെട്ട സ്ത്രീയെ കുറിച്ചാണല്ലോ ഇന്നലെ ഈ അപ്പച്ചി അത്രയും ബിൽഡപ്പും കൊടുത്ത് നമ്മളെയൊക്കെ പേടിപ്പിച്ച് വെച്ചെന്ന് ഓർക്കുമ്പോഴാ. അത് തന്നെ അപ്പച്ചി എന്തൊക്കെയാ പറഞ്ഞു കൂട്ടിയത്.
പാവം കുഞ്ഞമ്മ കണ്ടിട്ട് എനിക്ക് തന്നെ കരച്ചിൽ വരുമായിരുന്നു. ഇങ്ങനെ കരയുന്ന ആളല്ല രാധാലക്ഷ്മി. നിനിപ്പോ ആ കരഞ്ഞത് രാധാലക്ഷ്മി അല്ലേ? അതേ അപ്പച്ചേ മൈൻഡ് ചെയ്യാതെ പോയതിന്റെ ചോദിക്ക് പറഞ്ഞു തീർക്കണതാ. ആ നിങ്ങൾ ചിരിച്ചോ. ഞാൻ ഇപ്പോഴും പറയുന്നു ഇതല്ല രാധാലക്ഷ്മി. ഇതല്ല, ഇപ്പൊ വന്നത് വേറെ. മിണ്ടാണ്ടിരിക്കി അല്ല. ഞാൻ പോയിട്ടെ കുഞ്ഞമ്മക്ക് ചായ കൊടുക്കട്ടെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.